കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്. ഞങ്ങൾ 2 വോട്ടിന് വേണ്ടി ഒരാളുടെയും ഒരു ജാതി മത സ്ഥാപനത്തിൻ്റെയും തിണ്ണ കയറി ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് അതിൽ അഭിമാനം കൊണ്ടിരുന്ന പാർട്ടി, ഇവിടുത്തെ ആൾദൈവങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തിരുന്ന പാർട്ടി, ആ പാർട്ടിയാണ് ഈ പറയുന്നത് അവസാനത്തെ എന്താ പറയുക സാമുദായിക കക്ഷി കൂടി ഞങ്ങൾക്ക് പിന്തുണ നൽകിക്കണം, അതുകൊണ്ട് ഞങ്ങൾ വരും. ആൾദൈവങ്ങളെ തെരഞ്ഞു നടന്ന് മന്ത്രിമാർ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന സഖാക്കന്മാരുടെ അപൂർവ ദൃശ്യങ്ങൾ മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ ഒരു കാരണവശാലും കഴിയാത്ത, സഖാക്കൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രവർത്തികളുമായിട്ട് ഇവരൊരു ഭാഗത്ത് മുന്നോട്ട് പോവുകയാണ്. വളരെ മോശപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, വർഗീയ ചിന്തയിലേക്ക് ഈ നാടിനെ ഉണ്ടായിരുന്ന സമാധാനം, ആ സമാധാനം നിലനിർത്താൻ വേണ്ടി നിരന്തരമായി പോരാട്ടം നടത്തിയൊരു പാർട്ടി. നമുക്കറിയാം 700-ഓളം സഖാക്കൾ ഈ മണ്ണിൽ രക്തസാക്ഷികളായ മണ്ണാണ് കേരളം. 700-ഓളം സഖാക്കൾ, അതിൽ മഹാഭൂരിപക്ഷവും ആ രക്തസാക്ഷിത്വത്തിൻ്റെ കാരണത്തിൻ്റെ പിന്നാമ്പുറം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാനുള്ളത് കേരളത്തിലെ വർഗീയ ഫാസിസ്റ്റുകളുമായി ഏറ്റുമുട്ടി മരണം വരിച്ചവരാണ്. ആ കുടുംബങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അതിൻ്റെ പിൻതലമുറക്കാർ ഈ നാട്ടിലുണ്ട്, ഈ മണ്ണിലുണ്ട്. ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ച് അവരൊക്കെ നെഞ്ചത്ത് കൈവച്ച് എന്താ പറയുക, ആ വേദന, പാർട്ടിയുടെ ഈ നയം മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വൃത്തികെട്ട രാഷ്ട്രീയം, അധികാരം കിട്ടണം, അതിന് ഞങ്ങൾ എന്തും ചെയ്യും, ഒരു മടിയുമില്ല, ഒരു ഉളുപ്പുമില്ലാതെ എന്ത് വൃത്തികേട് ചെയ്തും ഞങ്ങൾ അധികാരം പിടിച്ചെടുക്കുമെന്ന് പറയുന്ന വാശിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മനുഷ്യന് തരം താഴാവുന്നതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് കേരളത്തിൽ ഇറങ്ങുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞാൽ ഇവിടെ നറുക്കെടുപ്പാണ്. ഇപ്പോൾ നമ്മുടെ വോട്ടർ ലിസ്റ്റിൻ്റെ ഫൈനലൈസേഷൻ കഴിഞ്ഞു നിൽക്കുകയാണ്. പത്രക്കാരായ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഇപ്പോൾ ആസാം മോഡൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ആസാം മോഡൽ എന്ന് പറഞ്ഞാൽ 40% ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്ന ആസാമിൽ എങ്ങനെയാണോ ഭരണ രംഗത്ത് നിന്ന് ആസാമിലെ ന്യൂനപക്ഷങ്ങളെ മാറ്റിയിരുത്തിക്കുന്നത്, ഉത്തരേന്ത്യയിൽ യോഗി നടപ്പിലാക്കുന്ന ആ തിയറി, ആ പോളിസി കേരളത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പിണറായിയും BJPയും നടപ്പിലാക്കിയതിൻ്റെ തെളിവുകളാണ് തിരുവനന്തപുരത്ത് നടക്കം വരുന്നത്. തിരുവനന്തപുരത്തെ ചില ഡിവിഷനുകൾ, ഇപ്പോൾ നമുക്കറിയാം ഭീമാപ്പള്ളി, ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ 6 വാർഡുകൾ ഉൾപ്പെടുന്ന ഡിവിഷനുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഭീമാപ്പള്ളി. ആ ഭീമാപ്പള്ളിയിലെ 5 വാർഡുകൾ വെട്ടി 17,600 വോട്ട് ഒരൊറ്റ വാർഡിൽ, ഒരു ഡിവിഷനിൽ. തൊട്ടടുത്ത പാങ്ങാപ്പാറ, മുമ്പ് 11,000 വോട്ടുണ്ടായിരുന്ന പാങ്ങാപ്പാറയിൽ 3,153 വോട്ടാക്കി ചുരുക്കി.